ഇന്ത്യ രാജ്യത്ത് 10 കൊല്ലക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരും അതിൻ്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന RSSും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ RSSൽ ചേർക്കാൻ നോക്കുന്നു, IASകാരെ പാട്ടിലാക്കാൻ നോക്കുന്നു, സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി ജഡ്ജിമാർ വരെ വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യക്കകത്ത് അതിനെതിരെ പൊരുതുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥരെ RSSൽ ചേർക്കാനുള്ള ശ്രമത്തിനെതിരെ നിങ്ങൾ എവിടെ പൊരുതുന്നു? ഉദ്യോഗസ്ഥരെ RSSൽ ചേർക്കാനുള്ള ശ്രമത്തിനെതിരെ എവരെ പൊരുതുന്നു? RSSൽ ചേർത്ത ഉദ്യോഗസ്ഥരാണ് പിണറായി വിജയനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പിന്നെ ADGP അവിടെ ഇരിക്കുമ്പോൾ ബോധ്യപ്പെടുത്തണ്ടേ? 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 ADGP നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ വലിയ വർഗീയ വിരുദ്ധതയുടെ വർത്താനം പറയല്ലേ? RSSന്റെ ആഫീസിൽ നിന്നുള്ള കമ്പിയടി കേട്ടിട്ട് അതിനനുസരിച്ച് നടപടി എടുക്കുന്ന ADGP അവിടെ ഇരിക്കുകയാണ്. ആ ADGP പറ്റില്ല എന്ന് വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലപാടില്ല, പറയാൻ പേടിയാണ്, അതിലും താങ്കൾക്ക് ഭയമാണ്. ഞാൻ ചോദിച്ചാലോ, അരവാചകം പറ. MR അജിത് കുമാർ RSS ഓഫീസിൽ പോകുന്നതിനെ കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാട് അരവാചകം അനിൽകുമാറിന് പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട്. BJPയുടെ കൂടെ പോയി നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയ ചോദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം ധൈര്യമുണ്ട് പറ. ജമാഅത്തെ ഇസ്ലാമിയോടും നിങ്ങളുടെ ചാനലിനോടും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ചോദ്യം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദ്യം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയാം, സമൂഹത്തോട് പറ. ജമാഅത്തെ ഇസ്ലാമിയോട് പറയേണ്ട നാട്ടുകാരോട് പറ. എപ്പോഴും പറയുന്നുണ്ടല്ലോ ഈ നാടിനോട് പറ. RSS ഓഫീസിൽ പോകുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാട് പറയാൻ അനിൽകുമാറിന് ധൈര്യമില്ല. അനിൽകുമാറിന് ഈ ചോദ്യത്തിനും ധൈര്യമില്ല. പറഞ്ഞാൽ അനിൽകുമാറെ താങ്കളെക്കാൾ CPM-ലെ മുതിർന്ന നേതാക്കൾ അനിൽകുമാറെ താങ്കളെക്കാൾ പവർഫുൾ ആണ് അജിത് കുമാർ. താങ്കളെക്കാൾ പവർഫുൾ ആണ് അജിത് കുമാർ എന്ന് ഓർത്തോ? താങ്കളെക്കാൾ പവർഫുൾ ആണ് പിണറായി വിജയന്റെ കീഴിൽ അജിത് കുമാർ. കാര്യാലയത്തിൽ ജമാഅത്തെ ഇസ്ലാമി പോയ പോലെ പോയിട്ടുമില്ല. ശരി, അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞെങ്കിൽ ഇത് പറ. അത് കഴിഞ്ഞെങ്കിൽ ഇത് പറ. ശരി, ജമാഅത്തെ ഇസ്ലാമി പോയ പോലെ നിങ്ങൾ പോയിട്ടില്ല. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പോയ പോലെ പോയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി പോയ പോലെ നിങ്ങൾ പോയിട്ടില്ല. നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങളുടെ കീഴിലെ പ്രധാന ഉദ്യോഗസ്ഥൻ RSS ഓഫീസിൽ പോകുന്നതിനെ കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാട് എന്താണ്? ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിക്കുള്ള നിലപാട് നിങ്ങൾക്കുണ്ടോ? ധൈര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ നിർത്തും. എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തും. മലയാളത്തിൽ അജിത് കുമാറിനെതിരെ പറയാൻ CPM-കാരനായ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തും. മലയാളത്തിൽ പറഞ്ഞു, നിങ്ങൾ കമ്പൊടിക്കുന്നത് RSSന്റെ മുമ്പിലാണ്. അങ്ങനെ RSSന്റെ കാൽക്കോൾ പോയി കമ്പൊടിച്ച ആരിഫ് അലിയുടെ ശിഷ്യനല്ല നിങ്ങൾ. അത് നിങ്ങൾ കമ്പൊടിച്ചിട്ടോ, ഞങ്ങൾ കമ്പൊടിക്കുന്നവരല്ല. ഈ ADGP അജിത് കുമാർ എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് ചോദിക്കാൻ ഒരു ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട്. അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. എന്താണ് കൂടിക്കാഴ്ച നടത്തുന്നതിനെ കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാടെന്താണ്? ഉദ്യോഗസ്ഥർ അങ്ങനെ നടത്താമോ ഇല്ലയോ? ഉദ്യോഗസ്ഥർ അങ്ങനെ നടത്താമോ ഇല്ലയോ? രാഷ്ട്രീയ നിലപാടെന്താണ്? രാഷ്ട്രീയ നിലപാടെന്താണ്? വാട്ട് ഈസ് യുവർ പാർട്ടീസ് പൊളിറ്റിക്കൽ പൊസിഷൻ? ഉണ്ടേ പറ. ബിനോയ് വിശ്വത്തിനുണ്ട്, CPI-ക്കുണ്ട്, RJD-ക്കുണ്ട്, CPM-നില്ല. RJD-ക്കുണ്ട്, CPI-ക്കുണ്ട്, CPM-നില്ല. പേടിക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ മനസ്സിലായി. പേടിക്കുന്നത് ദത്താത്രേയ ഹൊസബല്ലയാണോ, അതോ ഇനിയിപ്പോ സർസംഘചാലകിനെയാണോ, അതോ വേറെ ഏതെങ്കിലും ഏജൻസിയാണോ പേടിക്കണത്? ജമാഅത്തെ ഇസ്ലാമിയെ പേടിയാ. നിങ്ങൾക്ക് സമാധാനം കാണുമല്ലോ. RSSനെ പേടിയാണെന്ന് പറഞ്ഞാൽ പോരെ? അജിത് കുമാറിനെ താങ്കൾ പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവും. കാരണം താങ്കളാണോ അജിത് കുമാറാണോ പ്രധാനം ചോദിച്ചാൽ പിണറായി വിജയന് അജിത് കുമാറാ പ്രധാനം. വന്നിട്ട് നിങ്ങളൊരു അജണ്ടയായിട്ട് ചർച്ചയ്ക്ക് വന്നാൽ സംശയമുണ്ടോ? അജണ്ട ഉണ്ട്. എല്ലാ ചർച്ചയ്ക്കും അജണ്ടയില്ലേ? അജണ്ടയില്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? അന്വേഷണം നടക്കുന്നു.